ഡർബൻ എയർപോർട്ടാണോ? 12:15 ഇപ്പോൾ കറക്റ്റ് ബാംഗ്ലൂരിൽ തന്നെ ഞാനായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ അതാണ് പ്ലാൻ. ഹലോ മേറ്റ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് ഐ തിങ്ക് സോ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു സോളോ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ സ്ഥലം ലെറ്റ് യു നോ. വിടാം. ഓക്കെ, ഹാപ്പി ജേണി പറ. ഹാപ്പി ജേണി. താങ്ക് യു. വിടതാ. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. പിക്ക് ചെയ്യാൻ അജയ് ചേട്ടനും ജൂഡ്സൺ സക്കർബർഗും വന്നിട്ടുണ്ട്. പോടുന്നാ. ഈ അങ്ങോട്ടുള്ള എൻ്റെ വോയിസ് ഓവറിൽ ചെറിയ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. കാരണം ചെന്നിട്ട് രണ്ടാമത്തെ ദിവസം എനിക്ക് ചെറിയ ജലദോഷം തൊണ്ടവേലയും കിട്ടി. യെസ്, ഞാൻ അകത്ത് കയറി. അപ്പോൾ ഇനിയും ബാഗ് ചെക്കിൻ ചെയ്യട്ടെ. ചെക്കിങ് ബാഗ് പറഞ്ഞുണ്ട്. അപ്പോൾ അത് ചെക്കിൻ ചെയ്ത് നല്ല ക്യൂ ഉണ്ട്. എൻ്റെ അമ്മ നല്ല ക്യൂ ഉണ്ട്. അമ്മ എൻ്റെ എവിടെയാണോ? എൻ്റെ ഇൻഡിഗോ കേട്ടോ, ഇൻഡിഗോടെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. 12:15 ഇപ്പോൾ കറക്റ്റ് ബാംഗ്ലൂരിൽ തന്നെ ഞാനായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ കടയുടെ അവിടെ ചിക്കൻ വാങ്ങിക്കാൻ വന്നേക്കാം. യെസ്, ഇവിടുത്തെ അളിയൻ്റെ മുണ്ടെടുത്ത് ബനിയനിട്ട് നിൽക്കാറുണ്ട്. സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് അകത്ത് കയറി. വലിയൊരു കഥയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 8:45. എനിക്ക് 11:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഇത്തവണ 3 മണിക്കൂർ നേരത്തെ വന്നു. അപ്പോൾ ഞാൻ കഥ പറയാം. ഞാൻ ആദ്യം ലോഞ്ചിലേക്കൊന്ന് പോട്ടെ. ആദ്യം ലോഞ്ച് മുകളിലാണ്. അപ്പോൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും നോക്കണം. എന്നിട്ട് ഞാൻ ബാക്കി കഥകൾ അവിടെ പോയിട്ട് ഇരുന്ന് സ്വസ്ഥമായിട്ട് പറയാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എർത്ത് ലോഞ്ച് ഞാൻ 1-2 തവണ വന്നിട്ടുണ്ട്. ഇവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ചെയ്യാൻ പറ്റുമെന്ന് ലെറ്റ്സ് നോക്കാം. വിശന്നിട്ട് നാക്കൊക്കെ തവണ. നെക്സ്റ്റ് ഡേസ് ചിക്കൻ കൊറക്പൂരി വിത്ത് പ്ലെയിൻ റൈസ്. പനീർ, ഇത് വീറ്റ് ബണ്ണാണ്. എന്നിട്ട് മിസ്സായിട്ട് എന്താ ചെയ്തത്? മിസ്സായിട്ടുള്ള കഥ എൻ്റെ ബ്ലോഗിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഫ്ലൈറ്റ് മിസ്സായ കഥ വെച്ചാൽ. പിന്നെ പാസ്ത, കുറച്ച് സാലഡ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. ഇന്ന് ദിവസം ഉണ്ടാക്കി കൊടുത്തു. ഷീ ലവ്ഡ് ഇറ്റ്. നല്ല വൈറ്റ് സോസ് പാസ്ത. ഞാൻ Insta360 യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 1 month ആയിട്ടുള്ളൂ. അത് എനിക്ക് അത്ര പരിചയമില്ല. എന്തോ ഞെക്കിയപ്പോൾ എൻ്റെ കളർ കുറച്ച് കൂടി വന്നു. എൻ്റെ ഫ്ലൈറ്റ് മിസ്സായതിൻ്റെ കഥ പറഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്ക് മൺഡേ മോർണിംഗ് 11:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എത്തി. അത് ഞാൻ സാധാ ഒരു നോർമൽ ട്രെയിനിലൊക്കെ പോകണേ. അപ്പോൾ ഒരു 1 hour എയറിലേ വന്നുള്ളൂ. പിന്നെയാണ് അറിഞ്ഞിരുന്നു ആ ദിവസം കുറച്ച് സ്ട്രിക്റ്റ് ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ചെക്കിങ് കൗണ്ടറിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ആളുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഫ്ലൈറ്റ് ലേറ്റ് ഞാൻ ചെക്കിങ് ചെയ്തോടുന്നു. അപ്പോൾ ഞാൻ പുള്ളി ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവർ ഇത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ കുറേ അവരുടെ അടുത്ത് കെഞ്ചി, എനിക്ക് അവിടെ എത്തണം, എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഞാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ചേച്ചി കുറേ ആൾക്കാർക്ക് നോക്കി വിളിച്ചോ, യൂസ് നടന്നില്ല. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ലേറ്റ് ചെയ്തതാണ്. പിന്നെ അവരെനിക്ക് ഫ്ലൈറ്റ് വേറെ ബദൽ ഫ്ലൈറ്റ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഒക്കെ ഭയങ്കര റേറ്റൊക്കെ പിന്നെ കാണിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പെനാൽറ്റി കൊടുത്ത് എനിക്ക് ഇൻഡിഗോന്ന് എയർ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നു. അപ്പോൾ അത് രാത്രി 11 മണിക്കായിരുന്നു. പിന്നെ അത് എടുത്തു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര വിഷമം അടിച്ചു ഒരു ലെസൺ, നല്ലൊരു ലെസണായിരുന്നു. ബേസിൽ നമ്മൾ അടികൊണ്ട് തന്നെ തട പഠിക്കണം എന്നാണ് എൻ്റെ അടുത്ത് അപ്പനും പറഞ്ഞേക്കണേ. അപ്പോൾ അടി മാത്രമേ ഉള്ളൂ കിട്ടണേ. ഇതാണ് എൻ്റെ Insta360 സ്റ്റാൻഡ്. ഞാനത് ടിഷ്യൂ സ്റ്റാൻഡിൽ Insta360 സ്റ്റാൻഡാക്കി. ഇത് കോർഡോൺ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ്. ഇത് സ്പൈസ് ജെറ്റ് റെൻറ്റിൽ എടുത്തിട്ട് ഓടുന്ന ഫ്ലൈറ്റാണെന്ന് അറിയാൻ സാധിച്ചത്. സോ ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ. സോ ലെറ്റ്സ് ഗോ. ഇല്ലേ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എങ്ങനെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. യെസ്, ഞാനൊരു 8-9 മണി ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി അറിയണത്. ആൻഡ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലമാണ്. ഞാൻ എന്ന് എൻ്റെ പൈസയ്ക്ക് ഒരു വണ്ടി വാങ്ങിക്കുന്നു അതെനിക്ക് അവിടെ രജിസ്റ്റർ ചെയ്യണം. കാരണം RJ ആണ് അവിടുത്തെ രജിസ്ട്രേഷൻ, റാഫേൽ ജോയ്. യെസ്, രാജാക്കന്മാരുടെ നാടായ രാജസ്ഥാൻ. കം വിത്ത് മീ ടു രാജസ്ഥാൻ. ഇത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ്, ബുക്ക് റീഡിങ്. ആൻഡ് ഇതിൻ്റെ ഓതറിൻ്റെ പേര് ഋത്വിക് സിംഗ് എന്നാണ്. ആളുടെ 1-2 നല്ല ഫേമസ് ബുക്കുകളൊക്കെ വേറെയുണ്ട്. വളരെ റാൻഡമായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബുക്കിൻ്റെ പേര് കണ്ട് അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. ആൻഡ് ഇറ്റ്സ് ഫീൽ സോ ഗുഡ്. അങ്ങനെ ഏകദേശം 11:30 ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്.
അപ്പോൾ അതിനകത്തെ പാസഞ്ചേഴ്സ് ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഹാഫ് ആൻ അവർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ്. എമർജൻസി എക്സിറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആൻഡ് വിൻഡോ സീറ്റ് തന്നെയാണ്. പക്ഷേ ഫുള്ള് എന്തോ പൊടിയും ചിലയൊക്കെ പോലെയാണ്, ഒന്നും കാണാൻ പറ്റില്ല, വ്യൂ ഇല്ല. ബട്ട് ഗുഡ്. ഈ ടിക്കറ്റിൽ മീൽസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നോൺ വെജ് മീൽസാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം ഒരു ഡെസേർട്ട്, പിന്നെ വെള്ളം, പിന്നെ ഞാനൊരു കോഫി പറഞ്ഞു, വിത്തൗട്ട് കോഫി പറഞ്ഞു. എയർ ഇന്ത്യയിൽ എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നുന്നൊരു ഫീച്ചറായിരുന്നത് എല്ലാ പാസഞ്ചേഴ്സിനും മീൽസ് ഫ്രീ ആണ്. ആൻഡ് അതൊരു കൊത്തു പൊറോട്ടയും പിന്നെന്തോ ചിക്കൻ കറിയും പിന്നെ തുളയില്ലാത്ത ഒരു ഈ ഫ്ലൈറ്റിൽ സ്ക്രീനില്ല, പക്ഷെ നമ്മുടെ ഫോൺ അവിടെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറത്തെ ജേണിക്ക് ശേഷം ഞാൻ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതും മുംബൈയിലേക്ക് വരുന്നതും. അപ്പോൾ അതുകൊണ്ടുള്ള മുംബൈ എയർപോർട്ടിൻ്റെ ഓരോ കാഴ്ചകളും എനിക്ക് വളരെ കൗതുകകരമായിരുന്നു. अन्य अतिथियों के उतरने के बाद हमारी टीम तुरंत आपकी सहायता करेगी. आप इस उड़ान के महाराजा पॉइंट ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു എയർപോർട്ട് കാണുന്നതും എയർ ബസ് ഫ്ലൈറ്റ് കാണുന്നതും. എയർ ഇന്ത്യയുടെ ആണെങ്കിലും എമിറേറ്റ്സിൻ്റെ ആണെങ്കിലും വലിയ വലിയ ഫ്ലൈറ്റ്സ് ആദ്യമായി കാണുന്നത്. ഇന്ന് മുംബൈയിൽ നിന്ന് ഇൻഡിഗോയുടെ ഡയറക്റ്റ് നെതർലൻഡ്സിലേക്ക് ഒരു പുതിയൊരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു 2 മാസം ഉണ്ടായിട്ടുള്ളൂ. ഡയറക്റ്റ് നെതർലൻഡ്സ്. അതിൻ്റെ അത്യാവശ്യം റേറ്റും ഭയങ്കര കുറവാണ്. ആംസ്റ്റർഡാം വന്നു. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ പോകുന്നൊരു ഫ്ലൈറ്റ് ഉണ്ട് ഇൻഡിഗോയുടെ പുതിയത്. എപ്പോഴെല്ലാം അത് ട്രൈ ചെയ്യാൻ പറ്റും. ഒരു റിൻഡ കെട്ടി ഫുള്ള് ഒരു എടുക്കാനുള്ള അതാണ് പ്ലാൻ. നെഞ്ചി ഗൈസ്, നെഞ്ചി. എൻ്റെ കാർഡ് ലിമിറ്റ് തീർന്നു. 2-3 കാർഡ് ഉണ്ടായിരുന്നു, പക്ഷേ കാർഡ് ലിമിറ്റ് തീർന്നു. 2000 രൂപയാണ് അതിന് കയറിങ്ങി അടയ്ക്കേണ്ടത്. ഇതിൽ അടിപൊളി ലൗഞ്ചായിരുന്നു. ഞാൻ കുറേ വീഡിയോ ഉണ്ട്. അടിപൊളി അടിപൊളി ലൗഞ്ചാണ്. നല്ല വ്യൂവും ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഡ്യൂട്ടി പീരീഡിന് തന്നെ കടകളാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ചുമ്മാ കറങ്ങി എടുക്കാൻ കുറച്ച് നേരം. 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ ഇവിടെ ഉണ്ട്. മുംബൈ എയർപോർട്ട്. ആ മുംബൈ എയർപോർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. എയർപോർട്ട് ഛത്രപതി മഹാരാജ് എയർപോർട്ട്. പക്ഷേ വലിയ എയർപോർട്ടാണ്. പിയം മറ്റേ സാധനമല്ലേ? എന്താ അതിന് നൈസ് റെസ്റ്റോ ബാറുകളാണ് ഉള്ളിൽ തന്നെ. ലൈഫ് ഈസ് ഗുഡ് അറ്റ് ദ ബീച്ച്. ഞാനേ പോയി നല്ല ചാർജിങ് സ്ലോട്ട് കിട്ടുമോ നോക്കട്ടെ. എനിക്ക് ഫോൺ കുത്തി കിട്ടണം, മാക്ക് കുത്തി കിട്ടണം, 360 കുത്തി കിട്ടണം. എല്ലാം ഞാൻ കറങ്ങിത്തിരുന്ന് മക്ഡി കണ്ടുപിടിച്ചു. സോ ഐ തോട്ട് ഹാവ് ഐസ്ഡ് കോഫി. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ സാധനം കുത്തി വെച്ചു, ചാർജ് വെച്ചു. ലാപ്ടോപ്പും 360 ഇവിടെ നിന്ന് ഇങ്ങോട്ടും എല്ലാം കൂടി കത്തി പിടിക്കാമോ. കുറേ കറണ്ട് കണക്ഷൻ. ഐസ് കൊള്ളാം. ഐസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഏതായാലും 3 മണിക്കൂർ ഉണ്ട്. 3 മണിക്കൂറുണ്ട്. സോ വിൽ ഡു സം വർക്ക്സ്. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ എയർപോർട്ടിൽ. അപ്പോൾ എനിക്കോണെ അപ്പുറത്തെങ്ങാണ്ടാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞായിരിക്കും പോകണേ. സ്റ്റാർ അലയൻസിൻ്റെ ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞത്. എയർക്രാഫ്റ്റ് ചേഞ്ച് ചെയ്തെന്ന് പറയേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വമ്പൻ എയർപോർട്ടാട്ടോ. കാണുന്നതിൽ ഭയങ്കര ടാറ്റാസിലെ എയർലൈൻസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യമായി കാണുന്നതും ചെയ്തതുമായ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരിക്കും. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ആദ്യമായി ഫ്ലൈറ്റിൽ കയറണേ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും അവരെ ഡ്രോപ്പ് ചെയ്യാനാണ് ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, എയർപോർട്ട് വരെ വന്നതല്ലേ, ഒന്ന് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആയിക്കോട്ടെ കയറാം. അവിടെ കയറി പോയിരുന്നു. നോക്കി ഇവിടെയും വരെ വന്നല്ലേ, എന്നാൽ ഫ്ലൈറ്റ് കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ആയിക്കോട്ടെ, ഞാൻ ചേട്ടേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കാണാൻ അകത്ത് കയറി. അപ്പോൾ അപ്പനും അവിടെ നിന്നിട്ട് ഏതായാലും ഇവിടെയും വരെ വന്നല്ലേ, എന്നാൽ ഫ്ലൈറ്റ് കയറിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എന്നാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവർ പറയണേ, ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് നേരെ ബാംഗ്ലൂർക്ക് പോകാം. ആ ഒരു മൊമെൻറ്റ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മൊമെൻറ്റാണ് ലൈഫിൽ. എൻ്റെ ആ ഫ്ലൈറ്റ് ഗോയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് നിർത്തി. അതിൻ്റെ ഒരു ലൈറ്റ് നീല കളറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നത്. ഐ എം ട്രാവലിംഗ് ഫ്രം മുംബൈ ടു ഉദയ്പൂർ ഇൻ വിസ്താര എയർലൈൻസ്. ദേ ഹാവ് ബിസിനസ് ക്ലാസ്, പ്രീമിയം എക്കണോമി ആൻഡ് എക്കണോമി സെക്ഷൻ.
ഞാൻ അവിടെ നിന്ന് സീറ്റ് കണ്ടുപിടിക്കാൻ കൺഫ്യൂസ്ഡ് ആയപ്പോൾ ആ എയർ ഹോസ്റ്റസ് ആണ് ഒന്ന് പറഞ്ഞത് ഇതിൻ്റെ സീറ്റ് എക്കണോമിയിൽ നിന്ന് പ്രീമിയം എക്കണോമിയിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി ഒന്ന് പാറി. കാരണം പ്രീമിയം എക്കണോമി അത്യാവശ്യം നല്ല ഒരു സെപ്പറേറ്റ് സെക്ഷൻ പോലെയാണ്. ബിസിനസ് ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ്. നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റെസ്റ്റും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് 6:30 എൻ്റെ ഫ്ലൈറ്റ് ആൻഡ് ഇറ്റ് വാസ് ഓൺ ടൈം. മുംബൈ നഗരം എണീച്ച് വരുന്നൊരു വിഷ്വൽസാണ് ഈ കാണുന്നത്. മുകളിൽ നിന്നുള്ള ഇത്ര മനോഹരമായൊരു വ്യൂ. ഞാൻ മുംബൈ സിറ്റി ആദ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു സ്ഥലങ്ങളും അറിയാൻ പാടില്ല. ബട്ട് പോകുന്ന വഴിക്ക് മറൈൻ ഡ്രൈവ് കാണാൻ പറ്റി. കാരണം നമ്മൾ കടൽ വഴിയാണ് തിരിഞ്ഞാണ് രാജസ്ഥാനിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റിൽ നിന്നുള്ള സൺറൈസ് ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു 10 രൂപ വിളിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പ്രീമിയം എക്കണോമി. സോ നല്ല ക്രോസൗണ്ടും ഒരു സോസേജും പിന്നെ ഓംലെറ്റും പിന്നെ എന്തോ ഒരു ചെറിയ കറി ഉണ്ടായിരുന്നു. അത് നല്ല ഡിഷായിരുന്നു. നല്ല ഒരു സർവീസും നല്ല ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് എയർ ഇന്ത്യയുടെ. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഐ റിയലി എൻജോയ് ദ ഫുഡ് ആൻഡ് ദ സർവീസ്. മുംബൈ ടു ഉദയ്പൂർ ഏകദേശം ഒരു 1 hour ജേർണി ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ഒരുപാട് നേരം എയർപോർട്ടിന് ചുറ്റും കറങ്ങുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല. ഉദയ്പൂർ വിനോ ഇറ്റ്സ് എ ലേക്ക് സിറ്റി ആൻഡ് അതിൻ്റെ നടുക്ക് ഒരുപാട് ഇതുപോലെ പാലസുകളും ഫോർട്ടുകളും. അങ്ങനെ വി ടച്ച് ഡൗൺ ഉദയ്പൂർ. ഉദയ്പൂർ മഹാറാണ പ്രതാപ് എയർപോർട്ട്. ഉദയ്പൂർ മഹാറാണ പ്രതാപ് എന്ന് പറയുന്നത് മേവാർ കിണ്ടത്തിലെ ഒരു രാജാവായിരുന്നു. അപ്പോൾ ആളുടെ ഒരു ഓർമ്മയ്ക്കാണ് ഈ എയർപോർട്ടിന് ഈ പേരിട്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 8 മണിക്കൂറത്തെ ജേണിക്ക് ശേഷം വി റീച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ രാജസ്ഥാനിലെ ഉദയ്പൂർ, ദ വൈറ്റ് സിറ്റി. സോ ഐ ഗോട്ട് മൈ ബാഗ് അവിടെ തുമ്പത്തേക്ക് എത്തി പോവാറായി ഓടിപ്പോയിട്ട്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തത്തെ കഴിച്ച നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ചെറിയ എയർപോർട്ടാണ്, ഞാൻ പറഞ്ഞത് ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് 21 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്കാണ് ഞാൻ നമ്പർ പറഞ്ഞത്. RJ കണ്ടത് റാഫേൽ ജോയ്. രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ഫോറിനേഴ്സ് ഞാൻ ഫ്ലൈറ്റിലും കണ്ടു. കുറേ ഫോറിനേഴ്സ് ഉണ്ട്. കാരണം അവരുടെയും കുറേ കൾച്ചർ ഇവിടെ ഉണ്ട്. കുറേ കഥകളുണ്ട്. ഈ പിങ്ക് സിറ്റിക്കൊക്കെ പേര് വരാൻ കാരണം അങ്ങനെ കുറേ കഥകളുണ്ട്. അത് ഒരു യൂറോപ്യൻ കൾച്ചർ ഇവിടെ ഉണ്ട്. കണ്ടു ഓലച്ചേട്ടൻ പുള്ളി അവസാനം 500 രൂപ 21 കിലോമീറ്റർ ഉണ്ട്. 500 രൂപ ഇസ് നോട്ട് ദാറ്റ് മച്ച് हाई साफ सफाई घूमने के लिए यहाँ वो सिटी पैलेस है ना, सिटी पैलेस, जगदीश टेम्पल और कहाँ जाने के लिए वो कहाँ सब बताता हूँ आपको. कार्ड रख लो आप. ठीक है वहाँ पर एयरपोर्ट आना कुछ है तो मैं आपको बुलाऊंगा. 2-3 दिन रहने के लिए प्लान कर रहे हैं. उसके बाद जोधपुर और अजमेर और जयपुर जाने के लिए. टैक्सी किसे चाहिए? टैक्सी दे दूंगा मैं. टैक्सी कितने पैसेंजर? मैं अकेले. ऐसे मेरा एक दोस्त है यहाँ, वो सिरोही में रहता है. सिरोही तो हाँ यहाँ काम कर रहे हैं उदयपुर में. अच्छा उदयपुर से साफ सफाई करके अगर मेंटेन करे तो बहुत सुंदर है. ഉദയ്പൂരിൻ്റെ എൻട്രിയാണ്. നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. 2 മലകളുടെ ഇടയിൽ കൂടെ ഇവിടെ നിന്നാണ് ഉദയ്പൂരിലേക്ക് എൻട്രി ചെയ്യണമെന്ന് പറഞ്ഞത്. सिंक निकलता है, माइनिंग मटेरियल प्रोसेसिंग प्लांट है ये. आउटसाइड माइनिंग होता है या मटेरियल निकलता है. ओके फिर यहाँ से सिंक कहाँ जाएगा? वो सिंक ये सब ये बनता है. ये सब पाइप्स वगैरह ये निकलता है. ओके मटेरियल का एक्सपोर्ट होता है फिर बाद में. സിങ്കിൻ്റെ മൈനാണത് ഇതൊക്കെ. ഇവിടെ സിങ്ക് ഭയങ്കര ഒരു ഫേമസ് ആണ് മൈനിങ്. കുറേ പ്ലാന്റുകളുണ്ട്. ഫ്ലൈറ്റിൽ വെച്ച് കണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഫ്ലൈറ്റിൽ വെച്ച് കുറേ കണ്ടായിരുന്നു. റോഡൊക്കെ റോഡാട്ടോ. പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. മോദിജിയുടെ സ്ഥലങ്ങളാണ് അതൊക്കെ. മോദിജിയുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇംഗ്ലീഷ് വൈൻ ഷോപ്പ് ഇടാൻ പറ്റും. ഇത് ഇംഗ്ലീഷ് വൈൻ ഷോപ്പ് വേറെ വലിയ ബ്രാൻഡുകൾ ഒരുപാട് വൈൻ ഷോപ്പുണ്ട്. ലോക്കൽ दारू कौन सा है? लोकल कुछ नहीं, ऐसा कुछ नहीं है. वाइन शॉप हमारा दारू का नाम है जवान. इधर जवान हो ना, गाँव में मिलता है विलेज में. ഇവിടെ തന്നെ ആക്കിയിട്ട് പോയി. ഇതുവഴി വണ്ടി പോലെ. അപ്പോൾ ഇവിടുന്ന് ഒരു 400 meters ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇത് ബിൽഡിങ്ങുകളൊക്കെ നോക്കി ഇതിൽ ശരിയായില്ല ഗൈസ്. അത് സൂപ്പർ ഹോസ്റ്റലാണ്. പക്ഷേ ചെക്കിങ് 2 മണിക്കുള്ളൂ എന്ന് പറഞ്ഞു. 2 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വേറൊരു ഹോസ്റ്റൽ തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് बाजू में एक और हॉस्टल है. एक नहीं 10-20 ഹോസ്റ്റൽ है. ബട്ട് ഇതൊക്കെ ചെക്കിങ് ടൈമാണ് ഇവരുടെ സീൻ. അത് മുന്നേ ബുക്ക് ചെയ്യണമായിരുന്നു. ഇതാണ് ഹോസ്റ്റലിൻ്റെ വൈബ്. നല്ല ഒരു ഹിപ്പി കൾച്ചറാണ്. കണ്ടോ
യെസ്, സോ ദാറ്റ്സ് ഇറ്റ് മൈ കൊച്ചിൻ ടു ഉദയ്പൂർ ജേണി. അടുത്ത വീഡിയോ ആയി ഐ വിൽ ബി ബാക്ക് സൂൺ. ബൈ.